പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമലയിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഒരുങ്ങുന്നു. മലയാളി സംഘടനകളിലെ 3000-ഓളം തീർത്ഥാടകരെയാണ് ഈ സംഗമത്തിലേക്ക് ക്ഷണിക്കുക. അയ്യപ്പ ഭക്തരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ശബരിമലയുടെ പ്രാധാന്യം ലോകത്തെമ്പാടും എത്തിക്കലാണ് സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. സെപ്റ്റംബറിൽ കന്നിമാസത്തിലാണ് ആഗോള അയ്യപ്പ സംഗമം. സെപ്റ്റംബർ 16-ന് കന്നിമാസ പൂജയുടെ ഭാഗമായി നട തുറക്കും. 21-ന് നടയടയ്ക്കും. ഈ സമയത്താണ് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുക. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സംഗമത്തിൽ 3000 തീർത്ഥാടകരെയാണ് ക്ഷണിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന ഗവൺമെന്റും ചേർന്ന് ശബരിമല കേന്ദ്രീകരിച്ച് ഒരു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രധാനമായും സെപ്റ്റംബർ മാസം 3-ാം വാരത്തിലാണ് അത് സംഘടിപ്പിക്കുക. ആദ്യ ദിനം സംഗമത്തിലെത്തുന്ന തീർത്ഥാടകർക്ക് ദർശനത്തിനുള്ള സൗകര്യം നൽകും. 2-ാം ദിനമായിരിക്കും പമ്പയിലൊരുക്കുന്ന പന്തലിൽ സംഗമം. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഗമം. ശബരിമലയെ ആഗോള ആത്മീയ കേന്ദ്രമായി ഉയർത്തുക, സർവമത സമഭാവനയുടെയും സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്നതാണ് ഈ സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് ദേവസ്വം മന്ത്രി വ്യക്തമാക്കുന്നത്. തത്വമസി എന്ന സന്ദേശം ശബരിമലയുടെ കവാടത്തിൽ ദർശനത്തിനെത്തുന്ന ഏതൊരു ഭക്തരും ആദ്യം കാണുന്ന സന്ദേശമാണ്. വിശ്വമാനവയുടെ സന്ദേശമാണ് ശബരിമല ഉയർത്തുന്നത്. ആ വിശ്വമാനവയുടെ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ ഭക്തരെ ഒരു വേദിയിൽ കൊണ്ടുവരിക എന്നത് ആത്മീയ, സാംസ്കാരിക, സാമൂഹിക, ധാർമ്മിക സംഗമം എന്ന രൂപത്തിലേക്ക് അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. സാമുദായിക സംഘടനകൾ, മലയാളി സംഘടനകൾ, ലോക കേരള സഭയിലെ അംഗങ്ങൾ എന്നിവർക്കിടയിൽ നിന്നാണ് സംഗമത്തിലെ പ്രതിനിധികളെ ക്ഷണിക്കുക. കേരള, തമിഴ്നാട് മുഖ്യമന്ത്രിമാർ, ആത്മീയ നേതാക്കൾ എന്നിവരെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുപ്പിക്കാനാണ് ശ്രമം. അയ്യപ്പ ഭക്തർക്ക് തീർത്ഥാടനാനുഭവം പങ്കുവയ്ക്കുന്നതിനുള്ള സെഷനും സംഗമത്തിലുണ്ടായേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. വിനായകന്റെ മറുപടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വളരെ വിശദമായി വരാം. പ്രധാനപ്പെട്ട വാർത്തയായതുകൊണ്ട് തന്നെ ഈ വാർത്ത നമുക്ക് ആദ്യം വിശദമായി ഒന്ന് നോക്കാം. വി അരുണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനൊരു ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ സർക്കാർ ഒരുങ്ങുമ്പോൾ ശബരിമലയുടെ പ്രാധാന്യത്തെ ലോകത്തെ അറിയിക്കലാണ് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഇങ്ങനെ ഒരു ആഗോള സംഗമത്തിന് പിന്നിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ശബരിമല എന്ന ബ്രാൻഡ്, ഒരുപക്ഷെ കേരളത്തിന് ഏറ്റവും അധികം വിൽക്കാൻ കഴിയുന്ന ഒരു പേരും ബ്രാൻഡും ശബരിമല തന്നെയാണ്. അത്രയധികം തീർത്ഥാടകർ വന്നുപോകുന്ന സ്ഥലം, അത്രയധികം കേരളത്തിന്റെ പ്രശസ്തി. കേരളം എന്ന് പറഞ്ഞാൽ പോലും ഒരുപക്ഷെ പല ആളുകൾക്കും, ദക്ഷിണേന്ത്യയിലൊക്കെയുള്ള പല ആളുകൾക്കും, ഭക്തരായിട്ടുള്ള ആളുകൾക്കൊക്കെ ശബരിമല എന്നാണ് അതിന്റെ ഒരു മറുപേരായി അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ശബരിമല അത്രത്തോളം വലിയൊരു ബ്രാൻഡാക്കി മാറ്റുക. അത് കേരളത്തിൽ ഒതുങ്ങുന്ന ഒരു പേരല്ല. നമുക്കറിയാം, മലേഷ്യ പോലുള്ള രാജ്യങ്ങൾ, ഹിന്ദുമത വിശ്വാസികൾ ഉള്ള രാജ്യങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അത്തരത്തിൽ ശബരിമലയിലേക്ക് തീർത്ഥാടകർ എത്തുന്നതാണ്. ആ തരത്തിലേക്ക് ശബരിമലയെ മറ്റൊരു ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു പേരാക്കി മാറ്റുക എന്നത് ഒരു ലക്ഷ്യം തന്നെയാണ് സർക്കാരിന്റെ. അത് ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരിക തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം. അത്തരത്തിലുള്ള കൂടുതൽ ശബരിമല ഇന്ന് കാണുന്നതിനപ്പുറത്തേക്ക് വലിയ ഒരു ഫെയിമിനെ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം സർക്കാരിനുണ്ട്. അത് അത്തരത്തിലുള്ള ആത്മീയ ടൂറിസത്തിന്റെ ഭാഗമായുള്ള ഒരു ലക്ഷ്യമാണ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ ലക്ഷ്യങ്ങളും തീർച്ചയായും സർക്കാരിനുണ്ടാകും. കാരണം ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിയെ, പ്രത്യേകിച്ച് CPM ഏറ്റവും അധികം നോവിച്ച ഒരു പേര് കൂടിയാണ് ശബരിമല. അത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ അപ്പാടെ ഇല്ലാതാക്കിയ ഒരു വിഷയമായിരുന്നു സ്ത്രീ പ്രവേശനം. അന്നത്തെ സർക്കാരും അന്നത്തെ പാർട്ടി മുന്നണിയും ഒക്കെ എടുത്ത നിലപാടുകളാണ് അത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടാക്കിയത്. അവിടെ കുറച്ചുകൂടി ശബരിമലയിൽ കൂടുതൽ സൗകര്യങ്ങൾ, അല്ലെങ്കിൽ ശബരിമലയുടെ പേരിൽ വലിയൊരു സംഗമം നടത്തുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ കുംഭമേളയൊക്കെ ആകാം. ഒരുപക്ഷെ UP യെ പറ്റി പറയുമ്പോൾ ഈ ഭക്തിയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഏറ്റവും അധികം ഓർമ്മ വരുന്നൊരു കാര്യം, ആ ഒരു തലത്തിലേക്ക് ഒരു കുംഭമേള രൂപത്തിൽ അല്ലെങ്കിൽ പോലും ക്ഷണിക്കപ്പെട്ട അതിഥികളെയാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ പോലും ആ തലത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് ശബരിമലയെ. ശബരിമല തീർത്ഥാടനത്തിനപ്പുറത്തേക്ക് ഒരു സ്ഥിരം സംവിധാനമായി, നമുക്കറിയാം മാരാമൺ കൺവെൻഷൻ പമ്പ മണപ്പുറത്ത് നടക്കാറുണ്ട്. അതിനുമൊക്കെ അപ്പുറത്തേക്ക് ശബരിമലയെ ഹൈലൈറ്റ് ചെയ്യുന്ന, ശബരിമലയുടെ സന്ദേശം ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്താണ് ശബരിമലയുടെ സന്ദേശം? അതായത് അവിടെ മതമൈത്രിയാണ് ശബരിമലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി എടുത്തു പറയുന്നത്. അതായത് അയ്യപ്പനും വാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിച്ച ഒരു സ്ഥലം, ആ ഒരു ചരിത്രം അല്ലെങ്കിൽ കഥ, ആ കഥയുടെ ബാക്കി പത്രവും അങ്ങനെ തന്നെ വേണം. കേരളം അത്തരമൊരു നാടാണ്. അതിലൂടെ ആ ഒരു സന്ദേശം കൂടി ഉയർത്തിക്കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്.
അതിനപ്പുറത്തേക്ക് ഹൈന്ദവ വോട്ടുകൾ ശബരിമലയെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെന്ന ചീത്തപ്പേരാണ് അന്ന് UDF-ഉം BJP പ്രത്യേകിച്ചും ഇടതുമുന്നണിക്കും CPM-നും ചാർത്തിക്കൊടുത്തു. പക്ഷെ അങ്ങനെയല്ല, ശബരിമലയെ ഏറ്റവും അധികം ഉയർത്താൻ ശ്രമിച്ച സർക്കാർ ഇതാണ്, അല്ലെങ്കിൽ മുന്നണി ഇതാണെന്ന് വരുത്തുക കൂടി ലക്ഷ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അവിടെ അത്തരം വോട്ടുകൾ കൂടുതൽ CPM ആഗ്രഹിക്കുന്നുണ്ട്. അതിലൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതിതാണ് ശബരിമലയെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ നമ്പർ 1 തീർത്ഥാടന കേന്ദ്രമാക്കി, ആഗോള ആത്മീയ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന രാഷ്ട്രീയ നേട്ടവും CPM കാണാതെ പോകുന്നില്ല. അതിനപ്പുറത്തേക്ക് വ്യക്തമായ താല്പര്യങ്ങൾ, അതിൽ ഇത്തരത്തിലുള്ള ഒരു ടൂറിസം, ആത്മീയ ടൂറിസത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമാക്കി ശബരിമല മാറ്റുക, കുംഭമേള പോലെയൊക്കെയുള്ള വലിയൊരു പേരായി ശബരിമല തീർത്ഥാടനം ഇപ്പോൾ തന്നെ ദക്ഷിണേന്ത്യയിൽ ആ രീതിയിലുണ്ട്. വടക്കേന്ത്യയിലുമൊക്കെ ആളുകൾ വരുന്നെങ്കിൽ പോലും ഇതൊരു കൃത്യമായി ശബരിമലയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക, ശബരിമലയുടെ പ്രശസ്തി അത് ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോകുക. അതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോലും പ്രതിനിധികളിലേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെയും ആന്ധ്രയുടെയും തെലങ്കാനയുടെയും ഒക്കെ മുഖ്യമന്ത്രിമാരുടെ, തെക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ വലിയൊരു സാന്നിധ്യം സർക്കാർ പ്രതീക്ഷിക്കുന്നവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഇതൊരു വലിയൊരു സംഘമാക്കി, ഒരു കോൺക്ലേവ് എന്നൊക്കെ നമ്മൾ പറയാവുന്ന രൂപത്തിൽ, ഇത് അയ്യപ്പന്റെ പേരിലായതുകൊണ്ടാണ് ലോക അയ്യപ്പ സംഘം എന്ന് പേരിട്ടിരിക്കുന്നത്. അത്തരത്തിലൊരു ചർച്ചയാണ് സർക്കാർ കൊണ്ടുവരുന്നത്. വലിയ ലക്ഷ്യങ്ങൾ അതിന് മുന്നിലുണ്ട്. അത് ഒന്ന്, ഈ ആത്മീയ ടൂറിസത്തിന്റെ നമ്പർ 1 കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റുക. അതിന്റെ എല്ലാ സാധ്യതകളും സർക്കാരിന് വലിയ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലം കൂടിയാണത്. അതിനെ ആ രീതിയിൽ ഇനിയും ഉയർത്തിക്കൊണ്ടുവരിക എന്നത് അതിന്റെ സാമ്പത്തിക വശം, അല്ലെങ്കിൽ അതിന്റെ വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട അത്തരം വശം. മറുവശത്ത് രാഷ്ട്രീയമായും സർക്കാർ അത് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ശബരിമലയെ ആ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ച് കാലമായി അകന്നു നിൽക്കുന്ന ഹൈന്ദവ വോട്ടുകൾ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ കൂടി തെരഞ്ഞെടുപ്പിൽ സർക്കാരും ഇടതുമുന്നണിയും പ്രതീക്ഷിക്കുന്നു. അതാണ് അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യമായി നമുക്ക് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. ശരി, PV അരുണാണ് വിശദാംശം